സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി ചോദിച്ചു, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നഅം, ഞങ്ങളത് വിശ്വസിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നരകം വരാനുണ്ട്, സ്വർഗം വരാനുണ്ട്, നിങ്ങളത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് പറയാനാണോ മുഹമ്മദേ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറയാനാണോ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്? അത് ഞങ്ങൾ അംഗീകരിക്കൂല, വേറെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മാത്രം അവർ അംഗീകരിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, അബൂജഹലിന്റെ അടുക്കലേക്ക് വന്നിട്ട് കച്ചവടം നടത്തിയിട്ട് പ്രയാസപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ മക്കയിലെ ജനങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, ഞാൻ ഈ മനുഷ്യന്റെ കുടുക്കിൽപ്പെട്ടുപോയി, ഒന്നിരിക്കെ എന്റെ പണം, അല്ലെങ്കിൽ ഞാൻ വിറ്റ ഒട്ടകം എനിക്ക് തിരിച്ചു കിട്ടണം. മക്കയിലെ ജനങ്ങൾ മുഴുവനും പറഞ്ഞു, അബൂജഹലിന് ഇവിടെ ആരെയും പേടിയില്ല, അബൂജഹൽ ഇവിടെ ആരെയും പേടിക്കൂല, ഞങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മക്കയിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം, അബൂജഹലിന്റെ ഉള്ളിൽ പേടിക്കുന്ന ഒരാളുണ്ട്, ഭയപ്പെടുന്ന ഒരാളുണ്ട്. ഉള്ളിന്റെ ഉള്ളില് ഭയമാണ്. ജനങ്ങളെ മുന്നിലിറങ്ങുമ്പോൾ ഷോ ഓഫിന് പലതും പറയും, ഷോ ഓഫിന് പലതും കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിയില്ലെന്ന് വരുത്തി തീർക്കാൻ എന്ത് പ്രവർത്തനവും ചെയ്യും. പക്ഷേ ഉള്ളിന്റെ ഉള്ളില് അബൂജഹലിനും ഹബീബായ നബി തങ്ങളെ ഭയമാണ്. എന്തുകൊണ്ട്? ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടല്ല, എന്തോ ഒരു കഴിവ്, എന്തോ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചൊരു കഴിവ് ഹബീബായ നബി തങ്ങൾക്കുണ്ടെന്നത് അറിയാത്തത് കൊണ്ടല്ല. മക്കയിലെ ജനങ്ങൾ പറഞ്ഞു, പണം തിരിച്ചു കിട്ടണമെന്നുണ്ടോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് ഞങ്ങളുടെ നാട്ടില്. ആ മനുഷ്യന്റെ അടുക്കൽ പോയി നിങ്ങളെ സങ്കടം പറഞ്ഞോളൂ, അതിന് പരിഹാരമുണ്ടാകും. ആ മനുഷ്യൻ പോയി ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കലേക്ക് ഇസ്തിഗാസക്ക് പോയി, സഹായം ചോദിക്കാൻ പോയി. എന്തേ കാരണം? നബി തങ്ങളുടെ അടുക്കൽ ചോദിക്കപ്പെട്ടാൽ തട്ടിപ്പോകൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായി വന്ന നേതാവല്ലേ, ലോകത്തിന് മുഴുവനും കാരുണ്യം ലഭിക്കാനുള്ള നേതാവല്ലേ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, ഓ ആദം നബിയേ, അങ്ങനൊരു മുഹമ്മദാകുന്ന നബിയെ ഞാൻ പടക്കുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കുന്നില്ലായിരുന്നു, പടക്കുമായിരുന്നില്ല. നിങ്ങളെ പടച്ചതും ലോകം പടച്ചതും ലോകത്തി സംവിധാനങ്ങൾ മുഴുവനും വെച്ചത് എന്റെ പ്രിയപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ അറിയാം, ഈ ഹബീബിന്റെ മുന്നിൽ പോയാൽ വെറുതെയാകൂല. പോയ കല്ലുകൾ വെറുതെയായില്ലല്ലോ, പോയ മാൻപേടകൾ വെറുതെയായില്ലല്ലോ, പോയ ഒട്ടകങ്ങൾ വെറുതെയായില്ലല്ലോ, പോയ മരങ്ങൾ വെറുതെയായില്ലല്ലോ, പോയ ജീവനില്ലാത്ത വസ്തുക്കൾ പോലും ഹബീബായ നബി തങ്ങളെ കാരുണ്യം സ്പർശിക്കാതെ തിരിച്ചു വന്നില്ലല്ലോ. വൽവഹ്ശു വല്ലശിജാറു ഖദ് സജദതു ലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഹുദി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്ലുകൾ സലാമാണ്, മരങ്ങൾ സലാമാണ്, ജീവനില്ലാത്ത വസ്തുക്കൾ സലാം പറയാണ്. എന്തിനാ? കല്ലുകളെ സലാം കിട്ടിയിട്ട് അള്ളാന്റെ റസൂലിന് രക്ഷപ്പെടാനാണോ? മരങ്ങളെ സലാം കിട്ടിയിട്ട് അള്ളാന്റെ റസൂലിന് എന്തെങ്കിലും നേടാനാണോ? അല്ല, കല്ലുകൾക്കറിയാം ഇതൊരു സാധാരണ നേതാവല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല, മറ്റുള്ള പടപ്പുകളെ പോലെയല്ല, ഇത് അള്ളാഹ് ധരിച്ച നേതാവാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ കല്ലുകൾ പോയി സലാം പറയാണ്,
മാൻപേടകൾ പോയി സലാം പറയാണ്. നബിതങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുകയാ. നബിതങ്ങളെ സലാമെന്ന് തിരിച്ചു കിട്ടിയാലോ കല്ലുകൾക്കറിയാം ഇതൊരു സാധാരണ സലാമല്ല. എന്റെ പദവി ഉയരാൻ, എന്റെ മഹത്വം ഉയരാൻ, എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്കൊരു മഹത്വമുണ്ടാകാൻ എനിക്കാ ഹബീബായ നബിതങ്ങളെ സലാം മതി. ഇത് കല്ലുകൾക്കറിയാം മുസ്ലിമേ, മാൻപേടകൾക്കറിയാം മുസ്ലിമേ. അതുകൊണ്ടാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്കതാ ഒരു പെണ്ണ്, യഹൂദിയായ പെണ്ണ്, അതേ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തില്ലേ? സുമ്മ സമ്മത് ലഹുൽ യഹൂദിയതു ശാതകം സമശഖവതൽ ശഖിയാഉ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ച ഭക്ഷണം, ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വെച്ചു കൊടുത്തു ഒരു യഹൂദിയായ പെണ്ണ്. ഈ മതേ ആ ശാത്തിനറിയാം, ഈ ആടിനറിയാം ഇത് കഴിക്കാൻ പോകുന്ന നേതാവാരാ? ലോകത്തിന് മുഴുവനും കാരുണ്യമായ നേതാവാ. ആ നേതാവിനോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജീവനില്ലാത്ത മാംസബന്ധേ കണ്ടമാണ് ഞാൻ, അതേ വേവിക്കപ്പെട്ട മാംസഖണ്ഡമാണ് ഞാൻ, എനിക്ക് ജീവനില്ലെന്ന് ഹബീബായ നബിതങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നിൽ വിഷം ചേർത്തു എന്നറിയാം. പക്ഷെ എന്റെ സ്നേഹത്തിന്റെ മുന്നിൽ, എന്റെ ഹബീബിന്റെ മുന്നിൽ എന്റെ സ്നേഹം മറച്ചു വെക്കാൻ എനിക്ക് വഴിയില്ല. എന്റെ മഹബ്ബത്ത് മറച്ചു വെക്കാനുള്ള വഴിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളെ ചതിക്കാൻ ഒരുങ്ങിയ പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് ഞാൻ തന്നെ പറയണം. അള്ളാന്റെ റസൂലിന് മുഅ്ജിസത്ത് മുഖേന അറിയാൻ കഴിയും, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ മുഖേന, വഹി മുഖേന അറിയാൻ കഴിയും. പക്ഷെ അങ്ങനെ മാത്രം പോരാ, ജീവനില്ലാത്ത ഈ ആടിന്റെ മാംസപിണ്ഡമാകുന്ന ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ എന്റെ സ്നേഹപ്രകടനം നടത്തണമല്ലോ, എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കണമല്ലോ. അത് വെറുതെ ആയിക്കൂടാ. വിഷം ചേർത്ത് കൊണ്ടുവച്ച ഭക്ഷണത്തിന്റെ മുന്നിലെത്തിയപ്പോ ആ ജീവനില്ലാത്ത ആടിന്റെ മാംസപിണ്ഡം പറയുന്നു, നബിയേ എന്നെ കഴിക്കരുത്, നബിയേ എന്നെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലല്ലാത്ത നിലക്ക് വിഷം ചേർത്തിട്ടുണ്ട് നബിയേ. വിവരമില്ലാത്തൊരു പെണ്ണ്, അറിവില്ലാത്തൊരു പെണ്ണ് നബിയെ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅദാ അദ്ദിറാഉ മാ ഫീഹി മിൻ ശർരി ബിനുത്ഖി ഖഫാഉഹു ഇബ്ദാഉ. ആ നബിതങ്ങളെ മുന്നില് മിണ്ടാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത മാംസപിണ്ഡം എന്റെ ഹബീബായ നബിതങ്ങൾക്കൊരു പോര് സംഭവിക്കരുത്, സംഭവിക്കൂല. അത് അല്ലാഹുവിന്റെ റസൂലിന് എന്നെ കാണുമ്പോ തന്നെ അറിയും. എന്നാലും ഞാനത് വെളിപ്പെടുത്തിയിട്ട് അതിന്റെ ആദരവ് എനിക്ക് ലഭിക്കണമെന്ന് ചിന്തിച്ച് ജീവനില്ലാത്ത ആട്ടിന്റെ മാംസം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ സംസാരിച്ചു പോയി. വബിഖുലിഖി മിനൻ നബിയ്യി കരീമി ലാ തുഖാസസ് ബിജർഹിഹൽ അജ്മാഉ. എന്നാ നല്ല വിഷം ചേർത്ത ഭക്ഷണം കൊണ്ടുവച്ചു കൊടുത്തപ്പോ ആ വിഷം ചേർത്ത ഭക്ഷണത്തിൽ ആരാണ് വിഷം ചേർത്തതെന്ന് തിരിച്ചറിഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തവളല്ലേ, ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയല്ലേ, ഞാൻ അവളെ വെറുതെ വിടൂല എന്ന് തീരുമാനിച്ചില്ല. ഭരണാധികാരികളെ ഇഷ്ടപ്പെടാത്തത് പറയുമ്പോൾ കേസെടുക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭരണാധികാരികളെ കുറ്റം പറയാൻ അഡ്രസ്സോ ലൈസൻസോ അല്ല ഞാൻ പറയുന്നത്. നമ്മളെ ലോകം അങ്ങനെയാണ്. ഭരണാധികാരികളെ കുറ്റം പറഞ്ഞാൽ നമുക്കെതിരെ കേസാണ്. എന്നാ ഹബീബായ നബിതങ്ങളെ റഹ്മത്ത് നോക്ക്, ആരും പറഞ്ഞു കൊടുത്തതല്ല, ഒരു പോലീസുകാരൻ എഴുതി കൊടുത്തതല്ല, FCR ഉണ്ടാക്കിയതല്ല, അങ്ങനെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തതല്ല. മാംസപിണ്ഡം തന്നെ പറയുന്നു, നബിയേ എന്നെ കഴിക്കരുത്, യഹൂദിയായ പെണ്ണ് എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പെണ്ണിനോട് എന്ത് പറഞ്ഞു? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എന്നെ ആക്രമിക്കുന്നവരാകട്ടെ, എന്നെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നവരാകട്ടെ, എന്നെ വധിക്കാൻ ശ്രമിക്കുന്നവരാകട്ടെ, വിട്ടുവീഴ്ചയുടെ പഴത്തിൽ അവർക്കും വിട്ടുവീഴ്ചയുണ്ട്. എന്നെ ആക്രമിച്ചവരെ ഞാൻ ആക്രമിക്കൂല, ഞാൻ അവരെ തിരിച്ച് ഉപദ്രവിക്കൂല.